മുസ്ലിങ്ങളുടെ ചരിത്രത്തെ ഒളിച്ചു നീക്കാൻ മറച്ചു വെക്കാൻ ഒളിച്ചു നീക്കാൻ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ഇൻക്ലാബ് സിന്ദാബാദ് വഖഫ് ബിൽ തുലയട്ടെ മോദി സമാരെ പോരാളികളുടെ രക്തം കൊണ്ട് പോരാട്ടത്തിൽ നിങ്ങൾ ഉയർത്തുന്ന ആക്രോശങ്ങൾ വിശ്വാസത്തിന്റെ അഭിമാനത്താൽ ചെറുത്ത് ഞങ്ങൾ തോൽപ്പിക്കും. സത്യനീതി പുലരും തീർച്ച. ഇൻക്ലാബ് സിന്ദാബാദ്, ഇൻക്ലാബ് സിന്ദാബാദ്, ജമാഅത്ത് കൗൺസിൽ സിന്ദാബാദ്. പോരാട്ടത്തിൽ ആളിക്കത്തും ഓർത്ത് കളിച്ചോ സൂക്ഷിച്ചു ഇൻക്ലാബ് സിന്ദാബാദ് നിയമം പിൻവലിക്കുക. വേണ്ട പോരാളികളുടെ രക്തം കൊണ്ട് മുസ്ലിം സ്വത്തുകൾ കയ്യേറാൻ ആകാശങ്ങൾ ഹൈക്കുമ്പോൾ ഭേദഗതി വേണ്ടേ വേണ്ട സത്യം നീതി പുലരും തീർച്ച. ഇൻക്ലാബ് സിന്ദാബാദ്. വഖഫ് ബില്ലിൻ പേര് പറഞ്ഞ് മുസ്ലിം സ്വത്ത് കയ്യേറാൻ
വിട്ടുതരില്ല ഖബർസ്ഥാൻ, വിട്ടുതരില്ല ഖബർസ്ഥാൻ, വിട്ടുതരില്ല ഖബർസ്ഥാൻ, വിട്ടുതരില്ല ഒറ്റ മസ്ജിദും, വിട്ടുതരില്ല ഒറ്റ മസ്ജിദും, വിട്ടുതരില്ല ഒരൊറ്റ മസ്ജിദും, വിട്ടുതരില്ല ഒരൊറ്റ മസ്ജിദും. കയ്യേറാനായി കവർന്നെടുക്കാൻ, കയ്യേറാനായി കവർന്നെടുക്കാൻ, കയ്യേറാനായി കവർന്നെടുക്കാൻ മോദിഷമാരെ, എമ്മൽ കൊള്ളും മോദിഷമാരെ, എമ്മൽ കൊള്ളും മോദിഷമാരെ. അയ്യത്തിവിടെ കത്തിക്കാൻ, അയ്യത്തിവിടെ കത്തിക്കാൻ, മോദിഷമാരെ, കോപ്പുകൂട്ടും മോദിഷമാരെ, കോപ്പുകൾ കൂട്ടും മോദിഷമാരെ, കോപ്പുകൾ കൂട്ടും മോദിഷമാരെ. ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം, ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം, ഞങ്ങളൊന്ന് പറഞ്ഞേക്കാം. ഞങ്ങളുടെ പണ്ടൊരു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പദരിൽ കേട്ടൊരു ശബ്ദമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. പദരിൽ കേട്ടൊരു ശബ്ദമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഐക്യപാടിയ ഗാനമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഐക്യപാടിയ ഗാനമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. AMUവിൻ സമ്മതം ശബ്ദമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ണടച്ചേ താതുമടച്ചേ ജമാഅത്ത് കൗൺസിൽ സിന്ദാബാദ്, ജമാഅത്ത് കൗൺസിൽ സിന്ദാബാദ്, ജമാഅത്ത് കൗൺസിൽ സിന്ദാബാദ്, ജമാഅത്ത് കൗൺസിൽ സിന്ദാബാദ്, ഇൻഖിലാബ് സിന്ദാബാദ്. നീയം വരൂടാ. സൈനികൻ സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. മസ്ജിദുകളും മദ്രസകളും കയ്യേറ്റക്കാർക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന വഖഫ് ഭേദഗതി നിയമം അറബിക്കടലിൽ ഒഴുക്കുമെന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഇന്ന് വൈകിട്ട് 4:30 നായരമ്പലം ജുമാ മസ്ജിദിൽ നിന്നും ആരംഭിക്കുന്ന പ്രതിഷേധ മഹാറാലിയിലേക്ക് എല്ലാ ജനാധിപത്യ വിശ്വാസികളെയും സഹർഷം സ്വാഗതം ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. പ്രതിഷേധ റാലി സിന്ദാബാദ്, പ്രതിഷേധ റാലി സിന്ദാബാദ്, ജമാഅത്ത് കൗൺസിൽ സിന്ദാബാദ്, ജമാഅത്ത് കൗൺസിൽ സിന്ദാബാദ്, ജമാഅത്ത് കൗൺസിൽ സിന്ദാബാദ്, ജമാഅത്ത് കൗൺസിൽ സിന്ദാബാദ്. ബാബരി മസ്ജിദിൽ തുടങ്ങി വെച്ച്, ബാബരി മസ്ജിദിൽ തുടങ്ങി വെച്ച്, ബാബരി മസ്ജിദിൽ തുടങ്ങി വെച്ച്, ബാബരി മസ്ജിദിൽ തുടങ്ങി വെച്ച്, ഡൽഹി UP ഗുജറാത്തിൽ, ഡൽഹി UP ഗുജറാത്തിൽ, ഡൽഹി UP ഗുജറാത്തിൽ, ഡൽഹി UP ഗുജറാത്തിൽ. പൊളിച്ചു നീക്കും പള്ളികളെ, പൊളിച്ചു നീക്കും പള്ളികളെ, പൊളിച്ചു നീക്കും പള്ളികളെ, പൊളിച്ചു നീക്കും പള്ളികളെ. മുസ്ലിങ്ങളുടെ ചരിത്രത്തെ, മുസ്ലിങ്ങളുടെ ചരിത്രത്തെ, മുസ്ലിങ്ങളുടെ ചരിത്രത്തെ, മുസ്ലിങ്ങളുടെ ചരിത്രത്തെ പൊളിച്ചു നീക്കാൻ മറച്ചു വെക്കാൻ, പൊളിച്ചു നീക്കാൻ മറച്ചു വെക്കാൻ, പൊളിച്ചു നീക്കാൻ മറച്ചു വെക്കാൻ, പൊളിച്ചു നീക്കാൻ മറച്ചു വെക്കാൻ. ഇല്ല നിങ്ങൾക്കാവില്ല, ഇല്ല നിങ്ങൾക്കാവില്ല, ഇല്ല നിങ്ങൾക്കാവില്ല, ഇല്ല നിങ്ങൾക്കാവില്ല. തൊണ്ടയിൽ റൂഹുണ്ടെങ്കിൽ, ഞങ്ങളുടെ തൊണ്ടയിൽ റൂഹുണ്ടെങ്കിൽ വിട്ടുതരില്ല ഖബറിസ്ഥാൻ, വിട്ടുതരില്ല ഖബറിസ്ഥാൻ, വിട്ടുതരില്ല ഒരൊറ്റ മസ്ജിദും, വിട്ടുതരില്ല ഒരൊറ്റ മസ്ജിദും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. ഇൻഖിലാബ് സിന്ദാബാദ്, ഇൻഖിലാബ് സിന്ദാബാദ്, ഇൻഖിലാബ് സിന്ദാബാദ്, ഇൻഖിലാബ് സിന്ദാബാദ്. പ്രതിഷേധ റാലി സിന്ദാബാദ്. ബഹുമാന്യ സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ഇവിടെ ഒരുക്കിയിരിക്കുന്ന സദസ്സിലേക്ക് എല്ലാവരും കയറിയിരിക്കും. ഉലമാക്കൾ എല്ലാവരും സദസ്സിലേക്ക്, ഈ വേദിയിലേക്ക് വന്നിരിക്കും.
ഉലമാക്കളെല്ലാവരും, പ്രത്യേകം പേരെടുത്ത് വിളിക്കുന്നില്ല, ഉലമാക്കളെല്ലാവരും ഈ പ്രദേശത്തുള്ള മഹലുകളിലെ മുഴുവൻ ഇമാമിയങ്ങളും ഈ വേദിയിലേക്ക് വന്നിരിക്കേണ്ടതാണ്. അതുപോലെ തന്നെ ബഹുമാനരായ അതിഥികളും വേദിയിലേക്ക് വന്നിരിക്കണം. നമ്മുടെ പരിപാടി എത്രയും വേഗം ആരംഭിക്കേണ്ടതാണ്. അള്ളാഹുവിൻ്റെ വലിയ സഹായം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. എല്ലാവരും അള്ളാഹുവിന് ശുക്ർ പറയുക. ഇത്രയും വലിയൊരു പ്രകടനം പരിപാടി നമുക്ക് നടത്താൻ കഴിഞ്ഞു. അത് പടച്ചവന്റെ വലിയ സഹായമാണ്. ഈ കാര്യങ്ങൾക്ക് ഇനി ഉലമാക്കളാണ് നേതൃത്വത്തിൽ നിൽക്കേണ്ടത്. ഉമറാക്കളെ നയിക്കേണ്ടത് ഉലമാക്കളാണ്. ഉലമാക്കൾ മാറി നിൽക്കരുത്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലൊക്കെ ഉലമാക്കൾക്കാണ് ആദ്യം വെടികൊണ്ടത്. ആദ്യം ജയിലിൽ കിടന്ന ഉലമാക്കളാണ്. ആ ഉലമാക്കളെ പിൻപറ്റിക്കൊണ്ട് നമ്മളും ഇൻഷാ അല്ലാഹ് ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, ഈ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന നീതിക്ക് വേണ്ടി, സമാധാനത്തിന് വേണ്ടി, ഈ രാജ്യത്തെ മുസ്ലിമിനും ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മതമില്ലാത്തവനും മതമുള്ളവനും എല്ലാവർക്കും ഐക്യത്തോടു കൂടി ഏകോദര സഹോദരങ്ങളായി ജീവിക്കാൻ വേണ്ടി ആ പോരാട്ടം ജിഹാദാണ്. ആ വഴി ജിഹാദിന്റെ വഴിയാണ്. നന്മയെ സംസ്ഥാപിക്കാനുള്ള പരിശ്രമമാണ്. ഈ പോരാട്ടത്തിന്റെ വഴിയിൽ ഈമാനുള്ള മുഴുവൻ മനുഷ്യരും ഉണ്ടാകണം, മുഴുവൻ മുഅ്മിനീങ്ങളും ഉണ്ടാകണം. അതിന് ഉലമാക്കളാണ് നേതൃത്വം കൊടുക്കേണ്ടത്. ശത്രുക്കൾ ഹിന്ദുക്കളല്ല, മുസ്ലിമീങ്ങളല്ല, ക്രൈസ്തവരല്ല. ഈ രാജ്യത്തിന്റെ ശത്രുക്കൾ സംഘപരിവാറാണ്. ഈ രാജ്യത്തെ നശിപ്പിക്കാനുണ്ടായ കൂട്ടരാണ്. അവരുടെ നാശം കാണുന്നവരെ ഇന്ത്യയിൽ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഈ രാജ്യത്തിന്റെ മതേതരത്തിന്റെ പ്രതീകമായ ഈ രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന ആ പരിശുദ്ധമായ ഭരണഘടനയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പോരാട്ടത്തിന്റെ വഴിയിൽ ഉണ്ടാകൽ അനിവാര്യമാണ്. അള്ളാഹു സഹായിക്കുമാറാകട്ടെ. നമ്മുടെ പരിപാടികൾ ആരംഭിക്കുകയാണ്. ആദ്യമായി ഖിറാത്ത് അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഇൻസാഫ് കെ അവരുടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون واعتصموا بحبل الله جميعا ولا تفرقوا واذكروا نعمة الله عليكم إذ كنتم أعداء فألف بين قلوبكم فألف بين قلوبكم فأصبحتم بنعمته إخوانا. സാഹിബിനെ ബഹുമാനപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനരായ അധ്യക്ഷൻ, വേദിയിലുള്ള ഉദ്ഘാടകൻ, പ്രഭാഷണം നടത്തുന്ന പ്രേംബാബു, മഹല്ല് ഇമാമുമാരും എൻ്റെ മുന്നിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ഈ പരിപാടി വീക്ഷിക്കുന്ന ഇതര സമുദായ സഹോദരങ്ങൾക്ക് വൈപ്പിൻ മേഖലാ ജമാഅത്ത് കൗൺസിലിൻ്റെ സ്വാഗതം ആശംസിക്കുകയാണ്. വൈപ്പിൻ മേഖലാ ജമാഅത്ത് കൗൺസിൽ വഖഫ് ഭേദഗതി ബില്ല് അവതരിപ്പിച്ചപ്പോൾ തന്നെ പ്രതിഷേധ പരിപാടി നടത്തണമെന്ന് ആലോചിക്കുകയും എന്നാൽ കുറച്ചു താമസം വന്നതുകൊണ്ടും ഏത് വിഷയത്തിനായാലും വൈപ്പിൻ മേഖല പൊതുവിഷയങ്ങളിലായാലും സമുദായത്തിന് നേരെ വരുന്ന വിഷയങ്ങളിലായാലും വളരെ മുമ്പ് പ്രതികരിക്കുന്ന ഒരു പ്രദേശം കൂടിയാണ് വൈപ്പിൻകര. ഏതായിരുന്നാലും നമ്മളുടെ ഈ പരിപാടി കുറച്ച് വൈകി എങ്കിലും ഇത്രയും നല്ല ഒരു പരിപാടി സംഘടിപ്പിക്കാൻ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ് ജമാഅത്ത് കൗൺസിലിന്റെ പേരിൽ. ഞാൻ കൂടുതൽ ഈ വൈകിയ വേളയിൽ കൂടുതലായി ഒന്നും സംസാരിക്കുന്നില്ല. അവിടെ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെ ഉണ്ട്. നമ്മൾ വളരെ കാര്യമായി തന്നെ സംസാരിക്കുന്നതിന് വേണ്ടിയാണ് 2
വ്യക്തികളെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ കടമ മാത്രം നിർവഹിച്ചുകൊണ്ട് ഞാൻ ഇവിടുന്ന് പിന്മാറുകയാണ്. ആദ്യമായി നമ്മുടെ ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ വൈപ്പിൻ മേഖല ജമാഅത്ത് കൗൺസിലിന്റെ പ്രസിഡന്റും എടവനക്കാട് മഹല്ല് പ്രസിഡന്റുമായ KS അബ്ദുൽ സലാം സാഹിബിനെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുകയാണ്. കൂടാതെ നമ്മുടെ വേദിയിൽ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാനെത്തിയിട്ടുള്ള ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ ജമാഅത്ത് കൗൺസിലിന്റെ പ്രസിഡന്റ് ജനാബ് TA അഹമ്മദ് കബീർ സാഹിബാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രഭാഷണം നടത്തുന്നത് പ്രേം ബാബു അവർകളാണ്. അദ്ദേഹത്തെ ജമാഅത്ത് കൗൺസിലിന് വേണ്ടിയും നിങ്ങൾക്ക് ഓരോരുത്തർക്ക് വേണ്ടിയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുറച്ചു മുമ്പ് ചെറിയ വാക്കിൽ വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിച്ച നമ്മുടെ ബഹുമാനപ്പെട്ട ഖത്തീബ് മുഹമ്മദ് സലീം നദവി അവർകൾക്കും അതുപോലെ സിയാദ് വാക്കവി മാലിപ്പുറം, അബ്ദുള്ള അൽ കാസിമി മുനമ്പം, മഹബൂബ് കൊച്ചി ഉസ്താദ്, അതുപോലെ തന്നെ എൻ്റെ മുന്നിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഈ പരിപാടി വൻ വിജയമാക്കിയ സഹോദരന്മാർക്കും എല്ലാവർക്കും ഇതിനുവേണ്ടി ഒരുപാട് പണിയെടുത്ത സുഹൃത്തുക്കൾ സഹപ്രവർത്തകരും ഇവിടെയുണ്ട്. മുനമ്പം മഹലിന്റെ ഇമാം ഉസ്മാൻ ബാക്കറുണ്ട്. അദ്ദേഹത്തെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പരിപാടി വൻ വിജയമാക്കിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വേദിയിലിരിക്കുന്ന ഏറ്റവും ആദരണീയരായ വ്യക്തിത്വങ്ങളെ, സദസ്സിലിരിക്കുന്ന എന്നെ ശ്രവിക്കുന്ന ഏറ്റവും ബഹുമാന്യരായ സഹപ്രവർത്തകരെ, സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് നമ്മുടെ വലിയൊരു പ്രക്ഷോഭം ഇന്ത്യയിലൊട്ട് എല്ലാ ഭാഗത്തും അരങ്ങേറിയിരിക്കുകയാണ്, നടന്നുകൊണ്ടിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. ഇത് നിസ്സാരമായി തള്ളിക്കളയാൻ പറ്റുന്ന ഒന്നല്ല. നമ്മളുടെ ഭരണഘടനാപരമായ നമ്മുടെ അവകാശങ്ങൾ ലംഘിക്കുന്ന വലിയൊരു പ്രശ്നമാണ്. ആയതുകൊണ്ട് തന്നെയാണ് വൈപ്പിൻ ജമാഅത്ത് കൗൺസിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. അതിനായി നമുക്കിവിടെ ഉദ്ഘാടന പ്രസംഗം നടത്തുന്നത് ബഹുമാനപ്പെട്ട കബീർ സാഹിബാണ്. നമ്മുടെ ജമാഅത്ത് കൗൺസിലിൻ്റെ പ്രസിഡന്റാണ്. കൂടാതെ രാഷ്ട്രീയ സാമൂഹിക രംഗങ്ങളിൽ മാതൃകാപരമായി നീതിബോധം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മഹൽ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ഒരിക്കൽ കൂടി വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പിന്നീട് നമുക്ക് മുഖ്യപ്രഭാഷണം നടത്താനായി ബഹുമാനപ്പെട്ട പ്രേം ബാബു സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹം ഒരു എഴുത്തുകാരൻ, സാമൂഹ്യ പ്രവർത്തകൻ, സാമൂഹ്യ നീതി സംരക്ഷണ പ്രസ്ഥാനം ചെയർമാൻ എന്നിങ്ങനെ ഒരുപാട് മേഖലകളിൽ നന്മയ്ക്ക് വേണ്ടി, നീതിക്ക് വേണ്ടി, ന്യായത്തിനു വേണ്ടി ജാതിമതഭേദമന്യേ സമൂഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ഒരു വലിയ വ്യക്തിത്വമാണ്. അദ്ദേഹത്തെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയും അദ്ദേഹത്തിനോട് നന്ദി പറയുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, അതുകൂടാതെ നമ്മുടെ ബഹുമാനപ്പെട്ട പ്രിയപ്പെട്ട നദിയിൽ ഇമാംമാരുണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയും എല്ലാവരോടും നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് പറയാൻ ഒരുപാടുണ്ട്. ഇതിനെക്കുറിച്ച് അവതരിപ്പിക്കുക എന്നുള്ളൊരു അധ്യക്ഷ പ്രസംഗം എന്നുള്ള രീതിയിൽ ഞാനത് നിർവഹിക്കുന്നു. ഇന്ത്യ എന്ന അതിമനോഹരമായ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ജനാധിപത്യ രാജ്യം, നാനാത്വത്തിൽ ഏകത്വം, ഒരുപാട് സംസ്കാരങ്ങൾ, ജാതികൾ, മതങ്ങൾ, വർണ്ണങ്ങൾ, ഭാഷകൾ, എന്നാൽ എല്ലാവരെയും ഒരു കുടക്കീഴിൽ ഒന്നാക്കി മാറ്റാൻ കെൽപ്പുള്ള അതിമനോഹരമായ ശക്തിമത്തായ ഒരു സംവിധാനം. അതാണ് നമ്മുടെ അതിമഹത്തായ ഭരണഘടന. മഹാനായ അംബേദ്കർ വിഭാവനം ചെയ്തത് ഈ ഭരണഘടനയാണ് എല്ലാ ഇന്ത്യക്കാരെയും സഹോദരന്മാരാക്കി മാറ്റിയത്, ഒറ്റ രാജ്യമാക്കി മാറ്റിയത്. ഇതനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ഉത്തമ പൗരന്മാരാകുന്നത്. ഈ ഭരണഘടനയെ സാക്ഷ്യപ്പെടുത്തി അംഗീകരിച്ചുകൊണ്ടാണ് നമ്മുടെ ഗവൺമെന്റുകൾ ഭരണമേൽക്കുന്നത്. ഇത് അട്ടിമറിക്കാൻ ഒരു സർക്കാരിനും ഒരു പൗരനും അവകാശമില്ല, അധികാരമില്ല. ഇവിടെ പിറന്നു വീഴുന്ന ഓരോ പൗരനും തനിക്ക് ഇഷ്ടപ്പെട്ട മതം സ്വീകരിച്ചുകൊണ്ട് അതിന്റെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാനുള്ള അവകാശം അവന്റെ ജന്മാവകാശം.
പരിവാറിന്റെ അജണ്ടകൾ നടപ്പിലാക്കി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ജനങ്ങളെ ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന ബ്രിട്ടീഷ് അജണ്ടയാണ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ പല രൂപങ്ങളാണ് NRCയും CAAയും വഖഫ് ബില്ലുമെല്ലാം. നമുക്ക് ലഭിച്ച സ്വാതന്ത്ര്യം ആരും നമ്മളുടെ ഉള്ളം കയ്യിൽ വെറുതെ വെച്ച് തന്നതല്ല. സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യത്തിന്റെ തോക്കിൻ കൊയിലുകൾക്കും വിരങ്ങികൾക്കും മുന്നിൽ അടിപതറാതെ നെഞ്ചുവിരിച്ചു നിന്ന് ജീവൻ ബലിയെടുത്ത് മഹാരഥന്മാരായ നമ്മുടെ പൂർവികൾ നേടിയെടുത്തതാണ് ഈ സ്വാതന്ത്ര്യം. അത് ബഹുമാന്യനും ആദരണീയനുമായ അഹമ്മദ് കബീർ സാഹിബ്, MLA അഹമ്മദ് കബീർ സാഹിബിനെ വളരെ വിനയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട അധ്യക്ഷൻ, അബ്ദുസ്സലാം സാഹിബ്, പ്രിയ സുഹൃത്ത് ശ്രീ പേംബാബു, അഭിവന്ദ്യരായ പണ്ഡിതന്മാരെ, സ്നേഹമുള്ള സഹോദരിമാരെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, വൈപ്പിൻ മേഖല ജമാഅത്ത് കൗൺസിൽ ഇന്ന് സംഘടിപ്പിച്ച പ്രതിഷേധ റാലിയും ഈ കൂട്ടായ്മയും ഈ കരയുടെ സ്വാഭാവികമായ നന്മയുടെ ഭാഗമാണ്. രാജ്യത്തെ ബാധിക്കുന്ന മൗലികമായ വിഷയങ്ങളിലെല്ലാം തത്സമയം ഇടപെടുന്ന ഒരു പ്രകൃതമാണ് ഈ വൈപ്പിൻ കരയ്ക്കുള്ളത്, മേഖലക്കുള്ളത്. ഇന്നത്തെ ഒരു പ്രത്യേകത, ധാരാളം സഹോദരിമാർ ഈ സംരംഭത്തിന്റെ ഭാഗമായി ഇവിടെ വന്നു ചേർന്നു എന്നുള്ളതാണ്. ചർച്ച ചെയ്യുന്ന വിഷയം അത്ര ഗൗരവതരമാണ് എന്ന് ഈ കൂട്ടായ്മ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. കഴിഞ്ഞ കുറേ വർഷങ്ങളായി സർക്കാർ സ്വീകരിക്കുന്ന നിലപാടുകൾ ഏകപക്ഷീയമാണ്. ജനായത്വം നിയമപരമായി അംഗീകരിക്കുന്ന ഒരു നാട്ടിൽ ഒരു പ്രത്യേക ജനവിഭാഗത്തെ ബാധിക്കുന്ന ഒരു വിഷയം തീരുമാനമെടുക്കുമ്പോൾ ആ സമൂഹവുമായി, അതിൻ്റെ പ്രതിനിധികളുമായി സംവദിക്കുക എന്നുള്ളത് നിയമനിർമ്മാണത്തിന്റെ പ്രാഥമികമായ നടപടിക്രമങ്ങളിലൊന്നാണ്. നേരത്തെ ഇവിടെ വന്ന വഖഫ് നിയമങ്ങളെല്ലാം പ്രിവ്യൂ കൗൺസിലിന്റെ കാലം മുതൽ, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലം മുതൽ അതാത് ജനതയുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തുറന്ന സമീപനമാണ് ഉണ്ടായത്. പക്ഷേ നിലവിലുള്ള യൂണിയൻ സർക്കാർ അത്തരം പ്രാഥമികമായ ബാധ്യതകൾ നിർവഹിക്കുന്ന രംഗത്ത് ബോധപൂർവകമായി വീഴ്ച വരുത്തുകയാണ്. അത്തരം ഘട്ടങ്ങളിൽ നമ്മുടെ അഭിപ്രായങ്ങൾ വ്യക്തമായി പറയേണ്ടത് പുരോഗമന സ്വഭാവമുള്ള ഒരു ജനതയുടെ ഉത്തരവാദിത്തമായി മാറിയിരിക്കും. നേരത്തെ നമ്മുടെ ഈ മസ്ജിദിന്റെ ഇമാം സൂചിപ്പിച്ചതുപോലെ ദേശീയമായി മുസ്ലിം പേഴ്സണൽ ലോ ബോർഡും ജമീയത്തുലമായ ഹിന്ദും മറ്റ് സഹോദര സംഘടനകൾ ഈ വിഷയത്തിൽ ഗൗരവതരമായ ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാം അവർക്ക് പിന്തുണ പ്രഖ്യാപിക്കും. പ്രത്യേകിച്ച് മുസ്ലിം പേഴ്സണൽ ലോ ബോർഡ് ഈ നിയമം വായിക്കുമ്പോൾ ഇതൊരു ഭേദഗതിയാണെന്ന് തന്നെ പറയാനാവില്ല. ഒരു ഭേദഗതി നിയമത്തിൽ വരുമ്പോൾ ആ നിയമത്തിന്റെ എന്ത് അപാകതയാണ് പരിഹരിക്കുന്നത് എന്ന് പറയണം. ഏത് നിയമം മനുഷ്യനുണ്ടാക്കുമ്പോഴും അപാകതകൾ വരാം, ഭേദഗതികൾ ആവശ്യം വരുന്ന ഘട്ടങ്ങൾ ഉണ്ടാകാം. അത്തരം ഘട്ടങ്ങളിൽ
ഏത് വകുപ്പാണ് മാറ്റേണ്ടത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ സൂചനകൾ ഉണ്ടാവണം. 1. 2, ബന്ധപ്പെട്ട സമൂഹവുമായി ഈ കാര്യത്തിൽ ആശയപരമായ ചർച്ചകൾ നടക്കണം. ഇത് രണ്ടും ഉണ്ടായിട്ടില്ല. സ്വോദ്ദേശപരമല്ല എന്നർത്ഥം. പക്ഷേ നിയമവിദഗ്ധന്മാർ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് കേവലം ഒരു രാഷ്ട്രീയ ലക്ഷ്യമായി നമുക്കിതിനെ കാണാനാവില്ല. ഇതിന്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. അത് RSSന്റെ അജണ്ടയാണ്. RSSന്റെ അജണ്ടക്ക് കീഴൊതുങ്ങാൻ നാം തയ്യാറല്ല. ഇത് ഒരു പൗരസമൂഹത്തിന്റെ പ്രഖ്യാപനമാണ്. ഒരു പൗരസമൂഹം നിയമപരമായ പരിരക്ഷയുടെ കവചമണിയുന്നുണ്ട്. എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ആവർത്തിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരുമിക്കുകയാണ് ചെയ്തത്. നമ്മൾ ഇന്ത്യക്കാർ ആ സേതു ഹിമാചലം, കന്യാകുമാരി മുതൽ ഹിമാലയത്തിന്റെ താഴ്വര വരെ വ്യത്യസ്തമായ ജനപദങ്ങൾ. അവിടെ ഭാഷകളിൽ ഭിന്നതയുണ്ട്, വേഷങ്ങളിൽ വ്യത്യാസമുണ്ട്, ആചാരങ്ങളിൽ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ദേശീയ പ്രസ്ഥാനം നമ്മളെ ഒന്നിപ്പിച്ചു. ഒരു പ്രത്യേക ലക്ഷ്യം നേടാൻ വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരെ ഒന്നിക്കുക എന്ന മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടായി മാറി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം വായിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഇതിന്റെ പിന്നിലെ അടിയൊഴുക്ക് ഈ പ്രദേശത്തെ ആളുകൾക്ക് വേഗം മനസ്സിലാവും. ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം ബഹദൂർ ഷായെ മുന്നിൽ നിർത്തി തുടങ്ങിയ ആ സ്വാതന്ത്ര്യ സമരം മുതൽ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു തീവ്ര വലതുപക്ഷ ചിന്തയുണ്ട്. ചെറിയൊരു ന്യൂനപക്ഷമാണ്, പക്ഷേ മുഗില വംശത്തിലെ അവസാനത്തെ കണ്ണി ബഹദൂർ ഷായെ മുന്നിൽ നിർത്തി നടന്ന ദേശീയ സ്വാതന്ത്ര്യ സമരം ബ്രിട്ടീഷുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരിക്കലും ഉൾക്കൊള്ളാൻ കഴിയാത്തൊരാശയമായി. അങ്ങനെയാണ് ഭിന്നിപ്പിച്ച് അവരുടെ ഭരണം തുടരാൻ ബ്രിട്ടീഷുകാർ ശ്രമിക്കുന്നത്. ആ ശ്രമത്തിന്റെ ഉപകരണമാണ് വർത്തമാനകാല പ്രതിഭാസമായ RSSന്റെ ചിന്തയുടെ പ്രഭവം. ഈ ഐക്യത്തിനെതിരെയുള്ള നീക്കമാണത് എന്ന് പറഞ്ഞാൽ ദേശവിരുദ്ധമായ ഒരു നീക്കം. നാം ഒരു രാജ്യമാകാൻ ശ്രമിക്കുമ്പോൾ, ഒരു ജനതയാകാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അന്ന് വിളിച്ച മുദ്രാവാക്യം ഇത് നമ്മുടെ നാട്, നാം ഒരു ജനത. അതിതീവ്രമായ, ശക്തിസാന്ദ്രമായ, പ്രസാദാത്മകമായ ഒരു വലിയ ആശയം. ഞങ്ങളൊന്ന്, ഞങ്ങളൊരു നാട്. നിങ്ങൾ ബ്രിട്ടീഷുകാർ വിദേശികളാണ്, നിങ്ങളുടെ പതാകയുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. ഞങ്ങൾ ഒന്നിക്കുകയാണ്. നിങ്ങൾക്കെതിരെ ഞങ്ങൾ ഒരു ശബ്ദമായി മാറുകയാണ്, ഒരു രാഗമായി മാറുകയാണ്, താളമായി മാറുകയാണ്, ഒരു മുഴക്കമായി മാറുകയാണ്, ഒരു കൊടുങ്കാറ്റായി മാറുകയാണ്. ആ ഐക്യനിരയെ ഭേദിക്കാനാണ് ിന്റെ വിത്ത് അവർ വിതച്ചത്. നമ്മൾ വ്യത്യസ്തമായ മതങ്ങൾ ആചരിക്കുന്നവരാണ്. ശിവക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട്, വിഷ്ണുവിന്റെ ക്ഷേത്രത്തിൽ പോകുന്നവരുണ്ട്, മസ്ജിദിൽ പോകുന്നവരുണ്ട്.
ചർച്ചിൽ പോകുന്നവരുണ്ട്. ഈ വ്യത്യാസങ്ങൾ സത്യമാണ്. പക്ഷേ ഒരു ദേശീയ പ്രസ്ഥാനം എന്ന നിലക്ക് ഞങ്ങൾ ഒന്നിക്കുകയാണ്. ആ ശബ്ദത്തിന്റെ നിരാസമാണ് കൂട്ടരെ ഇവിടെ ഉയർന്നു വന്ന ഈ വർഗീയ നിറം. ഈ നിറം നമുക്ക് അനുയോജ്യമല്ല. അതുകൊണ്ടാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ പിന്നിൽ ഇന്ത്യയിലെ എല്ലാ ജനങ്ങളും, നമ്മുടെ ഈ തീരദേശം മുതൽ അങ്ങ് എവിടെയുമുള്ള ആളുകൾ ഒരുമിച്ച് നിന്ന് പോരാടിയത്. ചെറുപ്പത്തിൽ സ്വാതന്ത്ര്യസമരം വായിച്ചു തുടങ്ങിയ കാലത്ത് 2 പേരുകൾ മനസ്സിലിങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. ഒന്ന് MB നാരായണ മേനോൻ, 2 കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. ഖിലാഫ സമരത്തിന്റെ കാല പഴയ വള്ളുവനാട് താലൂക്കിൽ ഈ 2 ആളുകൾ, ഒരാൾ MB നാരായണ മേനോൻ, രണ്ടാമൻ കട്ടിലശ്ശേരി മുഹമ്മദ് മൗലവി. വള്ളുവനാടിന്റെ ഉൾഗ്രാമങ്ങളിലൂടെ അന്ന് ഇന്നത്തെ പോലെ വാഹന സൗകര്യമില്ല. നടന്നു പോകണം, ഇല്ലെങ്കിൽ കാളവണ്ടിയിൽ പോകണം. ആ കാലം ഞങ്ങൾ ചെറുപ്പത്തിൽ പഠിക്കുന്ന സമയത്ത് നാരായണ മേനോന്റെ ചിത്രം ഞങ്ങളുടെ അധ്യാപകൻ പ്രഭു മാഷ്, മാത്തമാറ്റിക്സ് പഠിപ്പിക്കുന്ന മാഷാണ്, പക്ഷേ അദ്ദേഹത്തെ ചരിത്രബോധം അസാധാരണം. പ്രഭു മാഷ് ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ MB നാരായണ മേനോൻ ചിത്രം കാണിച്ചു. ചങ്ങലക്കിട്ടിരിക്കുകയാണ് ആ മനുഷ്യൻ, കഴുത്തു മുതൽ കാലുവരെ ആ ചിത്രം കാണിച്ചു. ചെറുപ്പത്തിലാണ്, ഇതെല്ലാം ശരിക്കും മനസ്സിലാകുന്ന കാലത്തല്ല. അന്ന് മുതൽ നമുക്കറിയാം, നാം വിശ്വാസത്തിന്റെ രംഗത്ത് ഒരു ശൈവനാവാം, വൈഷ്ണവനാവാം, പക്ഷേ നമ്മൾ ഇന്ത്യക്കാരെന്ന നിലക്ക് അതിന്റെ നിരാസമാണ് RSS ഉയർത്തുന്ന ചിന്ത. ആ ചിന്ത ഇന്നുണ്ടായതല്ല, അതിന് ആദ്യ സ്വാതന്ത്ര്യ സമര കാലം മുതലുണ്ട്. മുഗില വംശത്തിലെ ഒരു പിൻഗാമിയെ മുന്നിൽ നിർത്തി ഝാൻസി റാണിയും താന്തിയ തോപ്പിയും അടക്കം ഒരു വലിയ നേതൃനിര ഈ രാജ്യത്തിന് വേണ്ടി ഒന്നിക്കുമ്പോൾ ബ്രിട്ടീഷുകാരുടെ സ്വാസ്ഥ്യമാണ് നഷ്ടപ്പെട്ടത്. അവരുടെ സൂര്യനസ്തമിക്കാത്ത സാമ്രാജ്യം ഇന്ത്യയുടെ വിഭവങ്ങൾ കൊള്ളയടിക്കുകയായിരുന്നു. നമ്മുടെ നാട് വിഭവസമൃദ്ധമായ നാടാണ്. അപ്പുറത്ത് കടലാണ്, നിറയെ മീനാണ്. അപ്പുറത്ത് സഹ്യനാണ്, നിറയെ പഴവർഗ്ഗങ്ങളും സുഗന്ധ വസ്തുക്കളുമാണ്. നമ്മുടെ നാട് സമ്പന്നമായ നാടാണ്. ഇവിടെ കോളനിവൽക്കരണം ഉണ്ടായ കാലം മുതൽ അവർ ആഫ്രിക്കയുടെയും ഏഷ്യയുടെയും സ്വത്തുക്കൾ കവർന്നെടുത്താണ് അവർ യൂറോപ്പ് പണിതുയർത്തിയത്. കഴിഞ്ഞ ദിവസം പ്രൊഫസർ KP ശങ്കരൻ ഫ്രാൻസിൽ പോയി പാരീസിൽ ഹിസ്റ്ററി മ്യൂസിയം കണ്ടപ്പോൾ ആദ്യം തോന്നിയ അഭിപ്രായം ഞങ്ങളോട് പങ്കുവച്ചിരുന്നു. ശങ്കരമാഷ് പറയുന്നത്, ആ മ്യൂസിയത്തിലെ കാഴ്ചവസ്തുക്കൾ അധികവും ആഫ്രിക്കയിലെ കാഴ്ചവസ്തുക്കളാണ്. 130-ലേറെ വർഷമാണ് കൂട്ടരെ ഫ്രാൻസ് അൾജീരിയയെ കടിച്ചു കീറിയത്. 100 കൊല്ലങ്ങൾ കൂടുതൽ. അന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും കോളനികൾ ഉണ്ടാക്കി. ആഫ്രിക്കയിലെ സ്വർണമാണ് അവർ കവർന്നു കൊണ്ടുപോയത്. ഇന്ത്യയിൽ നിന്ന് നമ്മുടെ നിലമ്പൂരിലെ തേക്കാണ് അവർ കൊണ്ടുപോയത്. അവർക്ക് സ്വാസ്ഥ്യം നഷ്ടപ്പെട്ടപ്പോ നമ്മൾ വിളിച്ചു, ഇല്ല, ജയ് ഹിന്ദ്,
ആ മുദ്രാവാക്യത്തിന് പിന്നിൽ ഈ ഐക്യമുണ്ടായിരുന്നു. ഐക്യം തകർക്കാനാണ് അവർ നടത്തിയ ശ്രമം. ആ ശ്രമം ഇന്ന് RSS തുടരുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവർ തീരുമാനിച്ചത് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നൊക്കെ മുഗില രാജാക്കന്മാരുടെ കാലഘട്ടം മാറ്റുക. ചരിത്രം അങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് വിചാരിക്കുന്ന വിഡ്ഢികളാണ് അവർ. ചരിത്രം അങ്ങനെയൊന്നും മാറ്റാൻ കഴിയില്ല. ഒരു പാഠപുസ്തകത്തിൽ ഒതുങ്ങുന്നതല്ല ചരിത്രം. ചരിത്രം അതിന്റെ ഗ്രന്ഥങ്ങളുടെ ഒരു സമുച്ചയം ഈ ലോകത്തിന്റെ കയ്യിലുണ്ട്. ഈ അല്പന്മാർക്ക് അത് മനസ്സിലാവില്ല. കണ്ണടച്ച് പിടിച്ചാൽ സൂര്യൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്ന ഈ മൗഢ്യം ഉണ്ടല്ലോ, ആ മൗഢ്യത്തിന്റെ പേരാണ് RSS. അവർ ചമക്കുന്ന തിട്ടൂരങ്ങൾ ഏറ്റുപിടിക്കാൻ നിർഭാഗ്യവശാൽ ഇവിടെ ഒരു നരേന്ദ്രമോദി ഉണ്ടായി എന്നതാണ് ഈ രാജ്യത്തിന്റെ ദുരന്തം. വഖഫ് നിയമം നോക്കുന്ന നിയമവിദഗ്ധന്മാരെല്ലാവരും പറയുന്നത്, എനിക്ക് തോന്നുന്നത് അത്തരം കാര്യങ്ങൾ പ്രേംബാബു തന്നെ സംസാരിക്കട്ടെ. ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിലുള്ള കയ്യേറ്റമാണ്. ബാക്കി കാര്യങ്ങൾക്ക് അവിടെ നിൽക്കട്ടെ. ഇത് നമ്മൾ ഒരു പൗരസമൂഹം ഒരു രാഷ്ട്രമുണ്ടാക്കി, നമ്മൾ ഈ രാഷ്ട്രത്തിൽ ഒരു നിയമമുണ്ടാക്കി, നമ്മൾ എല്ലാവരും അംഗീകരിച്ചതാണ്. ഈ രേഖയുടെ പ്രത്യേകത എന്താണ്? കുറെ പേർ മാസങ്ങളോളം ഇരുന്ന് ചർച്ച ചെയ്ത് അംഗീകരിച്ച ഒരു രേഖ. ആ രേഖയിൽ ആ സഭയിൽ അംഗങ്ങളായിരുന്ന എല്ലാവരും ഒപ്പിട്ടിരിക്കുകയാണ്. ഒരു രേഖയാണിത്, ഒരു കരാറാണിത്. അതാണ് നമ്മൾ ഇതിന്റെ നിയമവശം ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും എടുത്തു പറയുന്നു, നമുക്കിതൊരു കരാറാണ്. കരാർ പാലിക്കേണ്ടത് വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതിലൊപ്പിട്ട ഒരുപാട് പേരുണ്ട്. അന്നൊപ്പിട്ടപ്പോ നമ്മൾ തീരുമാനിച്ചത് ഇതിലെ എല്ലാ വകുപ്പുകളും എല്ലാവർക്കും യോജിപ്പുണ്ടായിട്ടല്ല, പക്ഷേ ഒരു നവരാഷ്ട്ര നിർമ്മിതിയിൽ നമുക്ക് സഹകരിക്കേണ്ടതുണ്ട്. രാഷ്ട്ര നിർമ്മാണം സുസാധ്യമാകേണ്ടതുണ്ട്. ബ്രിട്ടീഷുകാരൻ അവന്റെ യൂണിയൻ ജാക്കിന്റെ പതാക താഴെ ഇറക്കി പുറത്തേക്ക് പോകുമ്പോ നമുക്ക് ഒരു പുതിയ ഇന്ത്യ കെട്ടിപ്പടുക്കണം. ആ സമയത്ത് നമുക്കൊരു ഫ്രെയിം ഉണ്ടാവണം. ഒരു ചിത്രം തൂക്കാൻ ഒരു ഫ്രെയിം വേണം. ആ ഫ്രെയിമാണ് ഭരണഘടന. മിസ്റ്റർ പ്രേംബാബു, മുസ്ലിങ്ങൾക്ക് വിശ്വാസപരമായി ഇതൊരു കരാർ കൂടിയാണ്. അതാണ് വിഷയം. ഞങ്ങൾക്കിതൊരു കരാറാണ്. ആ കരാർ ഞങ്ങളായി ലംഘിക്കുകയില്ല. ഈ കരാർ ഞങ്ങളായി ലംഘിക്കുകയില്ല. അതുകൊണ്ട് ഈ കരാർ പാലിക്കേണ്ടത് ഈ കരാറിൽ ഒപ്പിട്ട എല്ലാവരുടെയും ബാധ്യതയാണ്. അതിന്റെ അർത്ഥം ഇന്നിവിടെ ജീവിച്ചിരിക്കുന്ന എല്ലാ ഇന്ത്യക്കാരുടെയും ബാധ്യതയാണ്. നമ്മുടെ മുൻഗാമികൾ, നമ്മുടെ പ്രതിനിധികൾ എന്ന നിലക്ക് ഈ കരാറിൽ ഒപ്പിട്ടിരിക്കും. ആ കരാർ പാലിക്കാൻ മാറി മാറി വരുന്ന സർക്കാരുകൾക്ക് ബാധ്യതയുണ്ട്. എന്റെ വ്യക്തി സ്വാതന്ത്ര്യമാണ്, എന്റെ സ്വത്ത് എങ്ങനെ വിനിയോഗിക്കണമെന്ന് അതിലാർക്ക് കൈകടത്താൻ പറ്റും? ഞാൻ മരിച്ചാൽ മാത്രമേ എന്റെ സ്വത്തിൽ അനന്തരാവകാശികൾക്ക് അവകാശമുള്ളൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ സ്വത്ത് വിനിയോഗിക്കാനുള്ള അധികാരം എന്റേതാണ്. അത് A ആയാലും B ആയാലും. ആ സ്വത്തിൽ നിന്ന് ഒരു ഭാഗം ജനസേവനം ലക്ഷ്യം വെച്ച് ആ ജനസേവനത്തിന്റെ ഒരു ആധാരശില എന്താണ്? ദൈവത്തിന്റെ പ്രീതി മാത്രം, അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം.
റസൂലിനോടുള്ള ഇത്തിബാ മാത്രം, സഹാബാക്കളെ പിന്തുടരുക മാത്രം. ഒരു തുണ്ട് ഭൂമി വഖഫ് ചെയ്താൽ അത് അയാൾക്ക് അതിൽ അവകാശമില്ല. പിന്നെ എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണോ അദ്ദേഹം വഖഫ് ചെയ്തത് ആ ഉദ്ദേശം നടപ്പിലാക്കാൻ പരിശ്രമിക്കുക എന്നല്ലാതെ അയാൾക്കതിൽ അവകാശമില്ല, അയാളുടെ മക്കൾക്ക് അവകാശമില്ല. അപ്പൊ എയുടെ മരണശേഷം ആ സ്വത്തുക്കൾ സംരക്ഷിക്കണമെന്നൊരു പരിഷ്കൃത രാഷ്ട്രം തീരുമാനിച്ചതിന്റെ ഭാഗമായിട്ടാണ് കൂട്ടരെ വഖഫ് നിയമം വരുന്നത്. അത് സ്വാതന്ത്ര്യത്തിന് മുമ്പുമുണ്ട്, അല്ലാതെ ഇത് ശേഷമുള്ള പ്രതിഭാസമല്ല. വഖഫ് ചെയ്ത സ്വത്ത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന ആശയത്തിനുള്ള അംഗീകാരമാണ് നിയമം. ആ നിയമമാണ് ഇവർ ഒപ്പിച്ച് ചെയ്യുന്നത്. അത് സമ്മതിച്ചു കൊടുക്കാൻ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. രണ്ടാമത്തേത്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ 2 കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒരാൾ മുസ്ലിമായിട്ട് 5 കൊല്ലം കഴിഞ്ഞാലേ വഖഫ് ചെയ്യാൻ കഴിയുള്ളൂ എന്നിവർ റെസ്ട്രിക്റ്റ് ചെയ്യാം, നിയന്ത്രണങ്ങൾ കൊണ്ടുവരിക. ഈ ലോകത്തിന്റെ ഇപ്പോ ഇസ്ലാമിന്റെ 2ാമത്തെ ഖലീഫ ഫാറൂഖ് റളിയല്ലാഹു തആല എത്ര കാലം നബിക്കെതിരായിരുന്നു, ഈ ദീനെതിരായിരുന്നു. അദ്ദേഹത്തിന്റെ സ്വത്ത് വഖഫ് ചെയ്യാൻ റസൂലിന് അനുവാദം വാങ്ങിച്ച കഥ പണ്ഡിതന്മാർക്കറിയാം. ആര്? റസൂലിനെ വധിക്കാൻ, അള്ളാന്റെ ഹബീബായ റസൂലിനെ വധിക്കാൻ, ഖാത്തിമുൽ അംബിയ നബിയുനാ താഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ ഊരിപ്പിടിച്ച വാളുമായി വന്ന ഒരു ഉമർ. കഥ നമുക്ക് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് ആവർത്തനം ആവശ്യമില്ല. ആ ഉമറാണ് പെങ്ങളുടെ വസതിയിൽ ഖുർആന്റെ ശബ്ദം മുഴങ്ങുന്നുണ്ട് എന്ന് കേട്ടപ്പോ അവിടേക്ക് പാഞ്ഞു വന്നു. ആ വചനം കേട്ട മാത്രയിൽ ഖുർആൻ തഷ്ക, ആ ഭാഗം കേട്ട ഫാറൂഖ് നബിയെ പിന്തുടരാൻ തീരുമാനിച്ചു. ആ ഫാറൂഖാണ് ഇന്ന് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന ഏറ്റവും ശ്രേഷ്ഠനായ ഖലീഫ. ഇവര് പറയാണ് 5 വർഷം കഴിയും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുകയാണ്. വഖഫ് സ്വത്തുക്കൾ അന്യാധീനമാകാൻ അവസരമൊരുക്കുകയാണ്. അതിനെതിരെയുള്ള തീവ്രമായൊരു ദേശീയ സമരം ഇന്ന് രാജ്യത്ത് നടക്കും. ആ സന്ദർഭത്തിൽ ഈ സദസ്സ്, പ്രത്യേകിച്ച് എടവനക്കാട്ട് പ്രദേശത്തുകാർ, വൈപ്പിൻകരക്കാർ, അതിന്റെ എല്ലാ വിപുലമായ അർത്ഥത്തിൽ ഇത് കൈകാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് നമുക്ക്. ഇത് സഭയിൽ ചർച്ചയ്ക്ക് വന്നല്ലോ, ലോകസഭയിലും രാജ്യസഭയിലും. ഈ 2 സഭയിലും ബിൽ പാസ്സാവണം നമ്മുടെ നിയമം അനുസരിച്ച്. 2 സഭയിലും പാസ്സായതിനു ശേഷം പ്രസിഡന്റ് ഇതിന് അംഗീകാരം കൊടുക്കണം. ഇത്രയും ഘട്ടങ്ങൾ കഴിഞ്ഞാലാണ് ഒരു നിയമം ഉണ്ടാവുക. പക്ഷേ ഈ സദസ്സിലെ ചെറുപ്പക്കാർക്ക് പ്രത്യേകിച്ച് അറിയാം എന്താണ് വ്യത്യാസം. ലോകസഭയിൽ എത്ര വോട്ടുകളുടെ വ്യത്യാസമുണ്ട്, രാജ്യസഭയിൽ എത്ര വോട്ടുകളുടെ വ്യത്യാസമുണ്ട്. ലോകസഭയിൽ കഷ്ടിച്ച് ഒരു 19 വോട്ട്, അതിന് തൊട്ട് താഴെ രാജ്യസഭ. കൂട്ടരെ, നമ്മുടെ രാജ്യം നഷ്ടപ്പെടുകയില്ല, ആ ധാരണ ആർക്കും വേണ്ട. നാം ചെറുത്തു നിൽക്കും.
ഈ രാജ്യം ദേശീയ പ്രസ്ഥാനം ഉയർത്തിയ ആശയങ്ങളുമായി സഹകരിച്ച് മുന്നോട്ട് പോകും എന്നതിന്റെ തെളിവാണ് രണ്ട് സഭയിലും ഭരണപക്ഷത്തോട് കൊമ്പ് കോർത്ത തത്തുല്യമായ പ്രതിപക്ഷമില്ല. നമ്മളത് മറക്കരുത്. പ്രിയപ്പെട്ട സഹോദരിമാരെ, സഹോദരന്മാരെ, നമ്മൾ മറന്നു കളയരുത്. അതിൽ എത്ര പേർ മുസ്ലിങ്ങളുണ്ടാകും? ഇന്ത്യൻ യൂണിയൻ ക്യാബിനറ്റിൽ ഇത്ര വലിയൊരു ജനസഞ്ചയം, ഈ RSSനെ പോലെ മൗഢ്യമുള്ള ഒരു സംഘടന ലോകത്തുണ്ടാവില്ല. RSSകാരൊന്ന് ആലോചിച്ച് നോക്കൂ. ജർമ്മനിയാണോ ഇന്ത്യ കൂട്ടരെ? ഇറ്റലിയാണോ ഇന്ത്യ കൂട്ടരെ? ഇങ്ങനെ എന്താ ധരിച്ചത്? ജർമ്മനിയിൽ ഹിറ്റ്ലർ കുറച്ചു കാലം തോന്നിയാസം കാണിച്ചു എന്ന് കരുതി അതൊക്കെ ഇവിടെ കാണിക്കാന്നാണോ ഇവർ വിചാരിക്കുന്നത്? എന്നിട്ട് അയാൾ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. ഇറ്റലി അല്ല ഇന്ത്യ, മുസോളിന്റെ ഇറ്റലി അല്ല ഇന്ത്യ, ഹിറ്റ്ലറുടെ ജർമ്മനി അല്ല ഇന്ത്യ. ഇന്ത്യ ഒരു വലിയ രാജ്യമാണ്. ആ രാജ്യത്ത് ഈ ലോകസഭയും രാജ്യസഭയും ലോകത്തോട് വിളിച്ചു പറഞ്ഞത് എന്താണെന്നറിയോ? ആ സന്ദേശമാണ് പ്രധാനം. ചെറുപ്പക്കാരെ, വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ, ലോകസഭയിലെയും രാജ്യസഭയിലെയും ഈ വോട്ടുകളുടെ ശരിക്കും നിങ്ങൾ പഠിക്കണം. അത്രയും ആളുകൾ കൊമ്പ് കോർത്തത് ഈ രാജ്യത്തിന് വേണ്ടിയാണ്, ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ്, നമുക്ക് ഒന്നിച്ച് ജീവിക്കാനാണ്. നമുക്കൊരു നാടേ ഉള്ളൂ, അത് ഇന്ത്യ. നമ്മൾ ജനതയാണ്, ഇന്ത്യക്കാർ. ഇത് രണ്ടിലും വിട്ടുവീഴ്ചക്ക് നാം തയ്യാറല്ല. എന്തൊരു പ്രാകൃതമാണ് മറിച്ചുള്ള ചിന്ത. വൈപ്പിങ്കര പോലെ ഒരു കരയിൽ ഇത്ര ജനസാന്ദ്രമായ ഒരു പ്രദേശം, മസ്ജിദും ക്ഷേത്രവും ക്രൈസ്തവ ദേവാലയവും തൊട്ടുരുമ്മി നിൽക്കുന്ന ഒരു നാട്ടിൽ RSS ആഗ്രഹിക്കുന്നത് എന്താണ് എന്ന് ഇപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. അതുകൊണ്ട് രാജ്യത്തിപ്പോൾ സംഭവിക്കുന്നത്, ഇപ്പോൾ എല്ലാ നിരീക്ഷകരും പറയുന്നത് എന്തെന്നറിയോ? ഒരു രണ്ടാം സ്വാതന്ത്ര്യ സമരത്തിന്റെ കൊമ്പ് കോർക്കലാണ് ഇക്കഴിഞ്ഞ ലോകസഭയിലും രാജ്യസഭയിലും ഉണ്ടായത്. RSSനെതിരെ, RSS ചിന്തകൾക്കെതിരെ ബാങ്കുകൊടുക്കാൻ ഒരു ഏകോപനം ഈ വഖഫ് ബില്ലിലൂടെ രംഗത്ത് വന്നിരിക്കുന്നു. ശരിക്കും RSSന്റെ പാപ്പരത്വം നമുക്ക് എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ്, ഒരു ചർച്ച പോലും ആവശ്യമില്ല. പക്ഷേ സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയ ഒന്ന് ഇപ്പൊ എവിടെ എത്തി? വർഗീയ മുദ്രാവാക്യങ്ങൾ കൂടെ അല്ലാതെ ഇനി അവർക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം RSSും അവർ സഹായിക്കുന്ന BJPയും താഴോട്ട് പോവാണ്. അല്ലാതെ അവർ പ്രചരിപ്പിക്കുന്നത് പോലെ അവർ മുകളോട്ടല്ല, അവർ താഴോട്ട് പോവാണ്. RSSന്റെ ആശയങ്ങൾക്ക് അവരൊരു മറ വെച്ചിരുന്നു, ആ മറ പൊളിഞ്ഞു. വിവരമുള്ളവർക്കെല്ലാം ഈ മറ ഇല്ലെന്നറിയാം. അവരുടെ അജണ്ട എന്താ നമുക്കറിയാമായിരുന്നു. പക്ഷേ അവർ മറച്ചു പിടിച്ചിരുന്നു. വാജ്പേയിയുടെ ചിരി, സബ്കാ സാത്ത്, ഇതൊക്കെ ഇത് മറയാണെന്ന് അവർ ധരിച്ചു. പക്ഷെ അവർ മനസ്സിലാക്കണം, RSSകാർ മനസ്സിലാക്കണം, 100 കൊല്ലത്തിലേറെക്കാലം അൾജീരിയയെ അടിമത്തത്തിലേക്ക് നയിച്ച ഫ്രഞ്ചിന്റെ ഭീകരവാഴ്ചക്ക് അന്ത്യം കുറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ബെർലിൻ വാൾ തകർന്നു വീണിട്ടുണ്ടെങ്കിൽ, ഇത് ചിഹ്നങ്ങളിൽ നിലനിൽക്കാനുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന്റെ ഓരോ ഘട്ടത്തിലും നാം പാലിക്കുമെങ്കിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും. ശരിക്ക്
ആ രംഗത്ത് നമ്മുടെ മാതൃക മൗലാന മുഹമ്മദ് അലിയും മൗലാന ഷൗക്കത്ത് അലിയും. ഖിലാഫത്ത് സമരകാലത്ത് നമ്മുടെ സമരങ്ങൾക്ക് നായകത്വം വഹിച്ച ഈ രണ്ട് വലിയ മഹത്തുക്കൾ, അവരുടെ ഒരു നെഞ്ചുറപ്പ്, തലയെടുപ്പ് ചരിത്രത്തിന്റെ അവിസ്മരണീയമായൊരു അധ്യായമാണ്. ആ കരളുറപ്പുമായി, നെഞ്ചുറപ്പുമായി, ആ തലയെടുപ്പുമായി നമുക്ക് ഈ സമരത്തിൽ പങ്കാളിത്തം വഹിക്കണം. ആ സമരത്തിൽ നമ്മൾ തനിച്ചല്ലെന്നാണ് ലോക്സഭ നമ്മളോട് പറയുന്നത്. മുലായം സിംഗ് യാദവിന്റെ മകനും ലാലു പ്രസാദ് യാദവിന്റെ മകനും രാജീവ് ഗാന്ധിയുടെ മകനും നമ്മളോട് പറയുന്നത് അതാണ്. മൂന്ന് കാര്യങ്ങൾ പലവട്ടം ഈ കരയിൽ വന്ന് പറഞ്ഞതാണെങ്കിലും ഓർമ്മപ്പെടുത്തൽ വിശ്വാസിക്ക് ഗുണകരമാകും എന്ന തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് കാര്യം പറയുന്നു. ഒന്ന്, നിയമപരമായ സാക്ഷരതയുടെ കാര്യത്തിൽ നമ്മൾ മത്സരിച്ച് മുന്നേറണം. നിയമസാക്ഷരതയുടെ കാര്യത്തിൽ. രണ്ട്, ചരിത്രപരമായ സാക്ഷരത കാര്യത്തിൽ. ഇത് സാമൂതിരിക്ക് വേണ്ടി പൊരുതിയ കുഞ്ഞാലി മരക്കാരുടെ സമുദായമാണ് RSSകാരെ. ഇത് ബ്രിട്ടനെതിരെ പോരാടിയ ടിപ്പുവിന്റെ സമൂഹമാണിത്. RSSന് അത് മനസ്സിലായില്ല. വളഞ്ഞിട്ട് ബ്രിട്ടീഷുകാർ വെടിവെക്കുമ്പോ ടിപ്പുവിന് ഈ രാജ്യമായിരുന്നു വലുത്. വാര്യംകുന്നനെയും കൂട്ടരെയും മലപ്പുറത്തെ കോട്ടപ്പുറത്തെ മലമുകളിൽ കൊല്ലുമ്പോൾ അവർക്ക് വലുത് ഈ രാജ്യമായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ഇതങ്ങട് നിങ്ങളുടെ ഒരു ഒച്ചയെടുപ്പിന് മുമ്പിൽ നിശബ്ദരായി പോകും ഈ ജനതയെന്ന് ധരിച്ചു വെച്ചാൽ തെറ്റുന്നത് നിങ്ങൾക്കായിരിക്കും. ചരിത്രം സാക്ഷി, ഞങ്ങളുടെ യുവജനങ്ങളെ സാക്ഷി നിർത്തിയാണ് പറയുന്നത്. അതുകൊണ്ട് മൂന്നാമത്തെ കാര്യം, ഒന്ന് നിയമപരമായ സാക്ഷരത, രണ്ട് ചരിത്രപരമായ സാക്ഷരത, മൂന്ന് ഖുർആനികമായ സാക്ഷരത. ഇത് മൂന്നും ദയവ് ചെയ്ത് അതിന്റെ ഗൗരവം, ചരിത്ര പഠനം എന്ന് പറയുന്ന കുറെ ടെക്സ്റ്റ് ബുക്കിലുള്ള പരാമർശമല്ല ചരിത്രം. അത് ആഴമേറിയ പഠനം ആവശ്യമുള്ള വിഷയമാണ്. നമ്മുടെ വ്യക്തിത്വം അടയാളപ്പെടുത്തുന്നത് ഈ ചരിത്ര രചനയിലാണ്. ആ ചരിത്രം തമസ്കരിക്കാൻ RSS ശ്രമിച്ചാൽ കഴിയുമെന്ന് വിശ്വസിക്കുന്നത് സത്യം പറഞ്ഞാൽ അവരെക്കുറിച്ച് നമുക്ക് ഒരിക്കലും പ്രതീക്ഷ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത്രയും തരം താഴാമോ എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ വൈപ്പിൻകരയിലെ ജമാഅത്ത് കൗൺസിൽ നടത്തിയ ഈ പ്രതിഷേധ റാലിയിലും ഈ കൂട്ടായ്മയിലും പങ്കെടുത്ത എൻ്റെ സഹോദരിമാരെ അഭിവാദ്യം ചെയ്യുന്നു. ഈ സഹോദരന്മാരെ അഭിവാദിച്ചു. ഇതിന്റെ പിന്നിൽ കുറേ നാളത്തെ അധ്വാനമുണ്ടാണ്. അവരെ എല്ലാം പേരെടുത്ത് പറയാൻ ആഗ്രഹമുണ്ടെങ്കിലും ശരിയല്ല, എത്തുകയില്ല. അവരെ എല്ലാം അഭിവാദ്യം ചെയ്യാം. പക്ഷേ ഈ മൂന്ന് കാര്യത്തിൽ ജാഗ്രത പുലർത്തണം. ഏറ്റവും പ്രധാനം ഈ മൂന്ന് കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഏറ്റവും പ്രധാനം, നോക്കൂ, നമ്മുടെ ഹിന്ദു സഹോദരൻ നമ്മുടെ സഹോദരനാണ്, നമ്മുടെ ക്രൈസ്തവ സഹോദരൻ നമ്മുടെ സഹോദരൻ. നമുക്ക് ഒന്നിച്ച് ജീവിക്കണം, നമുക്ക് ഒന്നിച്ച് പോകണം. നമ്മുടെ ഇടയിൽ മതിലുകൾ പണിയാൻ RSS ശ്രമിക്കുമ്പോൾ അതിന് നാം കൂട്ടു നിൽക്കരുത്. ഒരു ചെറിയ സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പോലും
വെറുതെ വിടുക, അവരെ അല്പന്മാരെ വെറുതെ വിടുക, വിവരം കെട്ടവന്മാരെ വെറുതെ വിടുക. നമ്മൾ ജാഗ്രത പുലർത്തണം. നമ്മൾ ആ ചൂണ്ടയിൽ കുടുങ്ങരുത്. അങ്ങനെ കുടുങ്ങുന്നവരല്ല നമ്മളെന്ന് നമ്മുടെ ചരിത്രം സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അതിന് കാരണം എന്താണെന്നറിയോ? നമ്മുടെ പ്രത്യേകത ജീവൻ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അതാണ് ഈ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി അള്ളാഹു ഏകനാണെന്ന് പറയാൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ജീവൻ കൊടുക്കാൻ തയ്യാറാണ്. ആദ്യമായി ജീവൻ കൊടുത്ത സുമയ്യയാണ് റളിയല്ലാഹു തആല. അതാണ് വിഷയം. ഒരു സ്ത്രീ, ഒരു പാവപ്പെട്ട സ്ത്രീ, ഒരു സാധാരണക്കാരിയായ പെണ്ണ്, ആ പെണ്ണാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയാൻ ആദ്യമായി രക്തസാക്ഷിത്വം വരിച്ചത്. ഒരു ആഫ്രിക്കക്കാരൻ ബിലാൽ, കറുത്ത് ചുണ്ട് തടിച്ചു കൊഴുത്ത ബിലാൽ, ആ ബിലാലിനോട് ഖുറൈശി പ്രമുഖന്മാർ കയർത്തു. അതിനു മുമ്പിൽ പതറാതെ പോയ ബിലാലിനെ അവർ മരുഭൂമിയിലേക്ക് തള്ളിയിട്ടു. റളിയല്ലാഹു തആല അപ്പോഴും അവർ ചാട്ടവാറ കൊണ്ട് ബിലാലിനെ അടിക്കുമ്പോഴും ബിലാൽ വിളിച്ചു, അല്ലാഹു അഹദ്, അഹദ്. അല്ലാഹു എന്ന് പറയാൻ പോലും വെള്ളമില്ല തൊണ്ടയിൽ. അഹദ്, അഹദ്, അഹദും വാഹിദുമായ അല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ശബ്ദത്തിന് വേണ്ടി അതൊരു പ്രത്യയശാസ്ത്ര പരിസരമാണ് കൂട്ടരെ. അത് ഒരു സമരത്തിന്റെ മുദ്രാവാക്യമാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകസഭയിലും രാജ്യസഭയിലും മുഴങ്ങിയ ഈ ഐക്യ സന്ദേശം നമുക്ക് കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കണം. അതിന് നമ്മൾ ജാഗ്രത പുലർത്തണം. അതാണ് പ്രധാനം. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്ര നല്ല നിലയ്ക്ക് ഈ പരിപാടി സംഘടിപ്പിച്ച, അതുമായി സഹകരിച്ച എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരോട് നന്ദി അറിയിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തു എന്ന് അറിയിച്ച് ഈ വക ഉപസംഹരിക്കുന്നു. നന്ദി കബീർ സാഹിബ്. താങ്കളുടെ പ്രൗഢഗംഭീരമായ അറിവിൻ്റെ ശബ്ദത്തിന് നന്ദി പറയുന്നു. അൽഹംദുലില്ലാ. അടുത്തതായി മുഖ്യപ്രഭാഷണം നടത്തുന്നത് നമ്മുടെ പ്രധാനപ്പെട്ട പ്രേംബാബു സാറാണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ജമാഅത്ത് നിസ്കാരം നമ്മൾ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഒരുമിച്ച് നിസ്കരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, എൻ്റെ ജ്യേഷ്ഠ സഹോദരസ്ഥാനീയനായ അഹമ്മദ് കബീർ സാബ്, പ്രിയപ്പെട്ടവരെ, ഈ പ്രിയപ്പെട്ടവരെ എന്ന് ഇനി നമുക്ക് എത്ര കാലം വിളിക്കാൻ കഴിയും എന്നറിയില്ല. ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രിയമൊരു ജാതി എന്ന വാക്കിൽ നിന്നാണ് നാം ഈ പ്രിയപ്പെട്ടവരെ എന്ന പ്രയോഗം പൊതുവായി അഭിസംബോധന, എല്ലാ അഭിസംബോധനകൾക്കും ഒരു ചരിത്രമുണ്ട്. പ്രിയപ്പെട്ടവരെ എന്ന ഈ ചരിത്രം, ആ വാക്കിൻ്റെ ഉത്ഭവം, പ്രയോഗം ഗുരുവിന് ശേഷമാണ് തുടങ്ങിയത്. ഇന്ന് അങ്ങനെ ഒരു പദം ഇനി കേരളത്തിലും ഉപയോഗിക്കാനാവുമോ എന്ന ഭയം കാലത്താണ് നാം ജീവിക്കുന്നത്. 2014 ശേഷം നമുക്ക് നിരവധി മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അത് ചോര ഒലിക്കുന്ന മുറിവുകളുണ്ട്, ചോര ഒലിക്കാത്ത മുറിവുകളുണ്ട്, കാണാത്തതുണ്ട്, ഭയാനകമായ വേദനയുള്ള മുറിവുകൾ ഉണ്ടായിട്ടുണ്ട്. അതിലെ അവസാനത്തെ ചോര ഒലിക്കാത്ത ഏറ്റവും ഭയാനകമായ മുറിവാണ് ഈ വഖഫ് നിയമ ഭേദഗതി എന്ന പേരിൽ വരുന്ന ഒരു പൗരത്വ നിഷേധ ബില്ല്. യഥാർത്ഥത്തിൽ ഈ ബില്ല് ഒരു ബയോപൊളിറ്റിക്കൽ നിയമമാണ് എന്നാണ് ഞാൻ പറയാം. ബയോപൊളിറ്റിക്കൽ നിയമമാണ്. ഇത് 2014 ശേഷം വംശീയ രാഷ്ട്രീയം, പാർലമെന്ററി ഭീകരത, പാർലമെന്ററിയിലൂടെ ഭീകരരാഷ്ട്രമാക്കാൻ കഴിയുന്നത്, തെരഞ്ഞെടുക്കപ്പെട്ട ഭീകരത നടപ്പാക്കുന്നത് ഈ ബയോപൊളിറ്റിക്കലാണ്. അതായത് ഒരു വംശത്തിന്റെ ശരീരം നോക്കി, അവരുടെ വസ്ത്രം നോക്കി, അവരുടെ വസ്ത്രത്തെ അഴിച്ചും നോക്കി, ഏതാണ് ആ വംശം എന്ന് നോക്കി ആ വംശത്തിനു വേണ്ട നിയമങ്ങൾ ഉണ്ടാക്കുക. ആ വംശത്തെ ഈ രാജ്യത്ത് നിന്ന് പൂർണ്ണമായും അപരവൽക്കരിക്കാനും ഈ രാജ്യത്തെ എല്ലാ പൗരാവകാശങ്ങളിൽ നിന്നും
അടർത്തി മാറ്റാനും വേണ്ടി ബയോളജിക്കൽ നിയമം, വ്യക്തിയുടെ ശരീരത്തെ നോക്കിയുള്ള നിയമങ്ങളാണ് എല്ലാ നിയമങ്ങളും. മുസ്ലിം വിരുദ്ധ നിയമങ്ങൾ എന്ന് പറയുന്നത് ഈ ബയോളജിയെ പരീക്ഷിച്ചിട്ട് ഒരു വംശത്ത് മാത്രമായി നിരവധി നിയമങ്ങൾ ഇതിനകം ഉണ്ടായിട്ടുണ്ട്. നാം അത് ശ്രദ്ധിക്കാതെ പോകുന്നതാണെന്നാണ് വസ്തുത. ഇവിടെ നമ്മൾ വഖഫാണ് പ്രധാനമായി ചർച്ച ചെയ്യുന്നത് എന്ന നിലയ്ക്ക് ഇതിന്റെ വിശദാംശങ്ങൾ നിങ്ങൾക്ക് ധാരാളം അറിഞ്ഞു കാണും. ഇപ്പൊ ഇത് സോഷ്യൽ മീഡിയ ഒക്കെ ആയിട്ട് ധാരാളം എങ്ങനെയാണ് ഇത് ഭരണഘടനാ വിരുദ്ധമാവുന്നത് എന്ന്. ഈ ഭരണഘടനയിലെ 25ഉം 28ഉമാണ് മതങ്ങൾക്ക് അതിന്റെ എല്ലാ അനുഷ്ഠാനങ്ങളും സ്വതന്ത്രമായി നിർവഹിക്കാനും മതം മാറാനും മാറാതിരിക്കാനും ദൈവമായി ജീവിക്കാനും ഇല്ലാതെ ജീവിക്കാനും ഒക്കെ ഉള്ള ബഹുസ്വരമായ ബഹുമാതൃകയായ, അതുകൊണ്ടാണ് നമ്മൾ ബഹുമാന്യര് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ മൾട്ടി ഡയമെൻഷനിലാണ്. മൃഗങ്ങൾക്ക് ബഹുത്വമില്ല, നമുക്ക് ബഹുസ്വരരാണ് നമ്മൾ. അതുകൊണ്ടാണ്. പക്ഷേ സംഘപരിവാർ മൃഗതുല്യരായതുകൊണ്ട് അവർക്ക് ബഹുസ്വരത കാണില്ല, അവര് മൾട്ടി ഡയമെൻഷനിലല്ല. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പൊ ഈ ബഹുസ്വര സമൂഹത്തെ ത്തിനു വേണ്ടിയാണ് അംബേദ്കർ 25ഉം 28ഉം എല്ലാ അർത്ഥത്തിലും പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുക്കുന്ന, സാമ്പത്തിക സ്വാതന്ത്ര്യം കൊടുക്കുന്ന, അത് പൂർണ്ണമായും ഈ ഇതോടുകൂടി ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും ഈ വഖഫ് നിയമത്തിന് ശേഷമാണ് ഇപ്പൊ ഈ ഭയാനകമായ ഈ പ്രതിസന്ധി വരാൻ പോകുന്നത്. അങ്ങനെയല്ല. 2018 SP ഗാർഗിൽ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ടൊരു കമ്മീഷൻ ഡൽഹിയിലെ 123 പ്രോപ്പർട്ടികൾ ഇതിനകം ഡീനോട്ടിഫൈ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമാണ് ഈ 123 ഡീനോട്ടിഫൈ ചെയ്തതിന്റെ ഭാഗമാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും കാണുന്ന പള്ളി പൊളിക്കൽ പരിപാടികൾ, കലാപരിപാടികൾ. അത് സത്യത്തിൽ ഈ SP ഗാർഗിൽ കമ്മീഷൻ കൊണ്ടുവന്നതാണ്. നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല, ബാബറി മസ്ജിദ് ഇരുന്നിരുന്നത് വഖഫ് ബോർഡ് നിയമത്തിലാണ്. വഖഫ് നിയമത്തിൽ വഖഫ് ചെയ്ത ഭൂമിയാണ്. അത് പൊളിക്കാനാണ് നമ്മുടെ കോടതി പോലും അനുവദിച്ചു, അവിടെ ക്ഷേത്രം പണിയാൻ അനുവദിച്ചു. എന്നാൽ വഖഫ് നിയമം ലംഘിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് ആലോചിക്കുന്നു. ഇത് നമ്മളെ ഒന്നുകൂടി വഞ്ചിക്കാൻ വേണ്ടി പുറമെ കാണിക്കുന്ന ഒരു ഭേദഗതി പരിപാടിയാണ്. സത്യത്തിൽ നിയമവിദഗ്ധരെല്ലാം ഇത് പരിശോധിച്ചിട്ട് ഇത് പൂർണ്ണമായും ഒരു ഭേദഗതിയല്ല. ഇന്ന് വരെ ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള, ലോകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള നിയമ ഭേദഗതിയുമായി ഇതിന് ബന്ധമില്ല. അടിസ്ഥാന നിയമത്തെ വെല്ലുവിളിക്കുന്നതൊന്നും ഭേദഗതികളല്ല. അതുകൊണ്ട് ഇതൊരു നിയമം തന്നെയാണ്, ഒരു പുതിയ മുസ്ലിം വിരുദ്ധ ജൈവ നിയമം. അതായത് ഒരു പ്രത്യേക മനുഷ്യ സമൂഹത്തെ മുൻനിർത്തിക്കൊണ്ടുള്ള നിയമമാണ്. ഇതിൽ ഇനി നിലവിലുള്ള വഖഫ് CEO മുസ്ലിം ആകണമെന്നേയില്ല. അതോടെ തന്നെ എന്തിനാണ് ഇത് ഉണ്ടായത്? അതായത് മെറ്റീരിയൽ ഫൗണ്ടേഷൻ ഓഫ് മുസ്ലിംസ്, മെറ്റീരിയൽ ഫൗണ്ടേഷൻ ഓഫ് ഇസ്ലാം എന്നാണ് വഖഫിനെ പറയുന്നത്. കേവലമായി പള്ളി പണിയാനോ അല്ലെങ്കിൽ മദ്രസ പണിയാനോ മറ്റാവശ്യങ്ങൾക്കോ മാത്രം, കോളേജുകൾക്കോ മാത്രം ഉള്ളതല്ല. മെറ്റീരിയൽ ഫൗണ്ടേഷൻ ഓഫ് ഇസ്ലാം, അതിന്റെ സ്വത്വങ്ങൾ, അതിന്റെ സ്വഭാവങ്ങൾ, അതിന്റെ പ്രത്യയശാസ്ത്രത്തിന്റെ പരിചരണങ്ങൾ, ഭൗതികമായ നിലനിൽപ്പ് എല്ലാറ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള അതിന്റെ സ്വത്വത്തെ നിർണ്ണയിക്കുന്ന ഒരു നിയമത്തെയാണ് പൂർണ്ണമായും അനിസ്ലാമികമാക്കുന്നതോടുകൂടി ഭരണഘടനയെ പൂർണ്ണമായി ലംഘിച്ച് ഇവിടെ മുസ്ലിം ഇനി അതിന്റെ പ്രത്യയശാസ്ത്രത്തിൽ അതിജീവനം സാധ്യമല്ല എന്ന പ്രഖ്യാപനമാണ് ഈ നിയമം കൊണ്ടുവരുന്നത്. അതായത് കേവലമായ ഭേദഗതിയല്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അത് മുസ്ലിം ഫെഡറലൈസ്ഡ് സിസ്റ്റത്തിലാണ് ഇത് വഖഫ് നിയമം നിലനിൽക്കുന്നത്. അതായത് ഓരോ സംസ്ഥാനത്തും ഓരോ വഖഫ് നിയമങ്ങളാണ്. കേരളത്തിലെ 95 നിയമമല്ല മറ്റൊരു സ്ഥലത്തുള്ളത്. അതിന് ആ പ്രാദേശിക നിയമവുമായി, പ്രാദേശിക സ്ഥലവുമായി വലിയ ബന്ധമുണ്ട്. നമ്മൾ ഒരേ സമയം മുസ്ലിം ആയിരിക്കെ, അല്ലെങ്കിൽ ഹിന്ദു ആയിരിക്കെ, ക്രിസ്ത്യാനി ആയിരിക്കെ, നമ്മൾ കേരളീയനാണ്, നമ്മൾ മറാഠിയാണ്, നമ്മൾ ബംഗാളിയാണ്, അങ്ങനെയും കൂടിയാണ് ഇന്ത്യയുടെ സവിശേഷത. അതുകൊണ്ട് ഓരോ സ്ഥലത്തിനും വ്യത്യസ്തമായ ബോർഡുകൾ രൂപീകരിച്ചിട്ടുണ്ട്. അത് അവിടുത്തെ പ്രശ്നങ്ങളും എങ്ങനെയാണ് ആ സ്വത്ത് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് അവിടുത്തെ ആളുകൾക്ക് നിർണ്ണയിക്കാനാണ്, ഗവൺമെന്റിന് നിർണ്ണയിക്കാനല്ല. അവിടുത്തെ ജനങ്ങൾക്ക്, അവിടെ മുത്തവലി എന്ന് പറയുന്ന അവർക്ക് നിർണ്ണയിക്കാനും അതിന്റെ പിന്നീട് പരിഷ്കരിച്ചുകൊണ്ട് ബോർഡിന് നിർണ്ണയിക്കാനുമാണ്. പക്ഷേ ഇവിടെ ആ ഫണ്ടമെന്റൽ ഫെഡറലിസം പൂർണ്ണമായി എടുത്തു കളഞ്ഞിരിക്കുന്നു. ഒരൊറ്റ നിയമമാണ്. നിങ്ങൾക്കിതിന് വളരെ സമാനമായി ഏക സിവിൽ കോഡിനും NRCക്കും പൗരത്വ ബില്ലിനും ഒക്കെ സമാനമായ അതിന്റെ ഒരു ടെസ്റ്റ് ഡോസാണ് ഇപ്പോൾ ഈ കാണുന്നത്. കാരണം ഇനി ഒരൊറ്റ നിയമമാണ്. സെൻട്രൽ വഖഫ് ബോർഡ് എന്ന് പറഞ്ഞ ഒരൊറ്റ നിയമത്തിന് കീഴിലാണ് നമ്മളെല്ലാം പ്രവർത്തിക്കുന്നത്. ബംഗാളി മുസ്ലിമും കേരളത്തിലെ മുസ്ലിമും എല്ലാ മുസ്ലിമും അവന്റെ ഭാഗധേയം ഫെഡറലിസത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിരിക്കുമ്പോൾ ആ ഫെഡറലിസത്തെ മുഴുവൻ ഈ നിയമം തകർക്കുന്നു. എന്ന് മാത്രമല്ല, ഇത് പൂർണ്ണമായും നിങ്ങൾ വഖഫ് ഭൂമി വഖഫ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഗവൺമെന്റിന്റെ അധീനത്തിൽ വരികയാണ്. ഏത് ഗവൺമെന്റിന്റെ? പാർലമെന്റിന്റെ ഭീകരത,
നടത്തുന്ന ഗവൺമെന്റിന്റെ. ഞാൻ ഇന്ന് പറയാണ്, ഇന്ന് ഇവിടെ ജനൻ ടിവിയോ അല്ലെങ്കിൽ ജനൻ ടിവിക്ക് പോരായ്മ വരുമ്പോൾ അത് സഹായിച്ചുകൊണ്ടിരിക്കുന്ന കൈരളി ടിവിയോ നാളെ ഈ പരിപാടി എന്തെന്ന് വിളിക്കാന്നറിയോ? കുറെ തീവ്രവാദികൾ രക്തസാക്ഷിത്വം ആഘോഷിച്ചതാണെന്ന് പറയും ഉസാമ ബിൻ ലാദന്റെ. കാരണം 2011 മെയ് 2 ഉസാമ ബിൻ ലാദനെ കൊന്നത്. അപ്പൊ ഉസാമ ബിൻ ലാദന്റെ കൊല്ലപ്പെട്ട ദിവസത്തിന്റെ രക്തസാക്ഷിത്വം ആചരിക്കുകയാണ് ഇവിടെ കുറെ തീവ്രവാദികൾ എന്ന് നാളെ ജനം ടി വി എഴുതും. അത് കൈരളി ടി വിയൊക്കെ അതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്യും. അതാണ് അവരുടെ ഉദ്ദേശം. അപ്പൊ ഈ ബോർഡ് ഞാൻ ആനുഷംഗികമായി പറഞ്ഞതാണ്. അപ്പൊ ഈ ബോർഡ് നിയമം വരുന്നത് പിന്നീട് സ്വത്തിന്റെ ക്രയവിക്രയാധികാരം പൂർണ്ണമായും ഗവൺമെന്റിലായിരിക്കും എന്നുള്ളത്. ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ ജില്ലാ കളക്ടർ പോലുമല്ല. ആദ്യം അവർ ഭാവന ചെയ്തിരുന്നത് ജില്ലാ കളക്ടറാണ്. ഇപ്പോൾ ജില്ലാ കളക്ടറിൽ നിന്ന് ഗവൺമെന്റ് നോമിനിയായി മാറുന്നു. അതായത് വിഴിഞ്ഞം പോർട്ടിൽ ചെന്നിരുന്ന രാജീവ് ചന്ദ്രശേഖരന്റെ ജോലി വരും വഖഫ് നിയമം കൈകാര്യം ചെയ്യാൻ ഏൽപ്പിക്കും. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഗവൺമെന്റിൽ നിന്ന് ഒരു അതോറിറ്റി, ഒരു ബോർഡിന് പോലും ഇതിലേക്ക് പ്രവേശിക്കാം എന്ന് മാത്രമല്ല, ബോർഡിന്റെ അധികാരത്തിൽ MP, MLA സ്ഥാനങ്ങളുള്ളവരിൽ നിന്ന് പോലും അതിന്റെ ജുഡീഷ്യൽ സംവിധാനത്തിൽ പോലും മുഴുവൻ നോൺ മുസ്ലിംസിനെ അവർക്ക് സ്ഥാപിക്കാവുന്നതാണ്. ഒരു മുസ്ലിമോ 2 മുസ്ലിമോ പേരിന് വെച്ചുകൊണ്ട് ബാക്കി പൂർണ്ണമായും അമുസ്ലിങ്ങളുടേതായ ഒരു നിയമ സംവിധാനമാക്കി ഇത് പൂർണ്ണമായും ഭേദഗതി ചെയ്യാൻ പോകുന്നു. അതിലേറ്റവും പ്രധാനമാണ് ഈ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ എന്ന് പറയുന്നത്. എക്സ് ഒഫീഷ്യോ അംഗങ്ങൾക്ക് മുസ്ലിം ആമാണെന്ന് യാതൊരു നിർബന്ധവുമില്ല. പിന്നെ ഭൂമി തർക്കം വന്നാൽ, ഈ തർക്കം വന്നാൽ എന്തുകൊണ്ടാണ് നമ്മൾ ഈ വഖഫ് ബോർഡിനെ നിയമിച്ചത് എന്ന് നമ്മൾ വെച്ചാൽ, അത് സ്വന്തം സ്വത്താണ്, മുസ്ലിം സ്വത്താണ്. മറ്റൊരു തരത്തിൽ ഗവൺമെന്റിൽ നിന്ന് കിട്ടിയ ആനുകൂല്യങ്ങളൊന്നുമല്ല. ഒരു വ്യക്തി ദൈവത്തിന് സമർപ്പിക്കുന്ന സ്വത്താണ്. ആ സ്വത്തിന്റെ തർക്കങ്ങൾ നിർണ്ണയിക്കാൻ സർക്കാരിന് എന്താണ് അവകാശം? സർക്കാർ ആ തർക്കങ്ങൾ ഉണ്ടാകുമ്പോൾ ആ തർക്കങ്ങൾ സാമാന്യമായ നിയമത്തിനപ്പുറം പോവാതിരിക്കാൻ ഒരു ജുഡീഷ്യൽ ബോഡിയെ ഉണ്ടാക്കിയിട്ട് ആ സംവിധാനത്തിന്, ആ മത സംവിധാനത്തിന് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ദേവസ്വം ബോർഡ് പോലെ, നമ്മുടെ സിഖ് ഗുരുദ്വാര പോലെ എല്ലാ അവകാശങ്ങളും കൊടുത്തുകൊണ്ട് അത് നിയമമായി കൺട്രോൾ ചെയ്യപ്പെടുന്നതാണ്. പക്ഷേ ഇതല്ല, സർക്കാർ നേരിട്ട് ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് പ്രോപ്പർട്ടിയാക്കി വഖഫ് നിയമത്തെ പൂർണ്ണമായും മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. The material foundation of Islam is going to be destroyed. Material foundation ആണ് അവർ കയറി പിടിച്ചത്. അതുകൊണ്ടാണ് ദാനം ചെയ്യാൻ പോലും ഇനി ആരും തയ്യാറാവില്ല എന്ന് അവർക്കറിയാം. ചെയ്യരുത്. അങ്ങനെ ചെയ്യാതാവുമ്പോൾ ഈ വംശം പുരോഗമനപരമല്ലാതെ അധപ്പതിച്ചു പോകുന്നു. ഈ വംശത്തിന് മറ്റുള്ള സ്ഥലങ്ങളിലൊന്നും, കോളേജുകളിലൊന്നും പ്രവേശിക്കാൻ പറ്റില്ല. കാരണം ഭീതി. ഇത് വലിയ പ്രതിസന്ധി, അതായത് NRC-യേക്കാൾ വലിയൊരു പ്രതിസന്ധിയാണ് ഇത് സൃഷ്ടിക്കാൻ പോകുന്നത്. അല്ലാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിന്റെ കണക്ക് പരിശോധിക്കുന്നത് പോലും ഇനി ഗവൺമെന്റ് ആയിരിക്കും, ഗവൺമെന്റ് ബോഡി ആയിരിക്കും. മിക്കവാറും അത് ഓഡിറ്റർ ജനറലോ CNDG പോലെയുള്ള സംവിധാനമാണ് പരിശോധിക്കുക. അതായത് നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ തെങ്ങ് കയറാനുള്ള അവകാശം, അതിന്റെ തെങ്ങ് കണക്കനും നെല്ലും കണക്കും നിങ്ങളുടെ കൃഷി വിഭവങ്ങളും നിങ്ങളല്ല കണക്കെഴുതാൻ പോകുന്നത് അധികാരികളുടെ കയ്യിൽ ഇതിന്റെ കണക്ക് പുസ്തകം സൂക്ഷിക്കപ്പെടുന്നു എന്നുള്ളതാണ്. ഈ കണക്ക് പുസ്തകം സൂക്ഷിക്കാനുള്ള അവകാശത്തെയാണ് മുസ്ലിം സ്വത്വം എന്ന് പറയുന്നത്. ആ അവകാശമാണ് ഭരണഘടന കൊടുക്കുന്നത്. ആ അവകാശമാണ് ഇവിടെ പൂർണ്ണമായും റദ്ദാക്കി കളഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം. പിന്നെ ഒരു മുസ്ലിം ചരിത്രം, പാരമ്പര്യം, സംസ്കാരം, അതിന്റെ അടയാളങ്ങൾ എല്ലാം തന്നെ പൂർണ്ണമായും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഈ ഭേദഗതി എന്ന് പറയുന്നില്ല, ഈ പുതിയ നിയമം കൊണ്ട് എത്തിക്കും എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞ സമയത്താണ് നാം ഈ പ്രതിഷേധം നടത്തുന്നത്. ഈ പ്രതിരോധത്തിലൂടെ അല്ലാതെ നമുക്ക് മറികടക്കാൻ കഴിയില്ല. ഇനി ഞാൻ എങ്ങനെയാണ് ഈ പ്രത്യയശാസ്ത്രം നമ്മളിലേക്ക്, നമ്മുടെ കേരളത്തിലേക്കും അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വ്യാപകമാകുന്നത്, അവരെങ്ങനെയാണ് ഈ വഖഫ് നിയമത്തെ ചിത്രീകരിക്കുന്നത്? അവർ പറയുന്നത് മുഗൾ രാജവംശം, ഒരു നരേറ്റീവ് മുഗൾ രാജവംശം എഴുതി കൊടുത്തതാണ് ഈ വഖഫ് മുഴുവൻ എന്നുള്ളതാണ്. മറ്റൊന്ന്, പാകിസ്ഥാനിലേക്ക് പോയപ്പോൾ പാകിസ്ഥാൻ അവശേഷിപ്പിച്ച, അവിടെ മുസ്ലിങ്ങൾ അവശേഷിപ്പിച്ച ഭൂമിയാണ് എന്നുള്ളതാണ്. സംഘപരിവാർ ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ മറ്റാർക്കും കിട്ടാത്ത ഒരു സൗഭാഗ്യം മുസ്ലിമിന് കിട്ടിയത് അവരുടെ പാരമ്പര്യം ഈ ഇന്ത്യയുടെ വികാസത്തിലും ഇന്ത്യയുടെ മുഴുവൻ അടിത്തറയിലും അതിന്റെ സംസ്കാരത്തിലും നൃത്തം, സംഗീതം എന്നിവ എല്ലാ മേഖലകളിലും ചരിത്രപരമായ പങ്കുവഹിച്ചതുകൊണ്ട് മുസ്ലിമിനൊരു ചോയ്സ് ഉണ്ടായിരുന്നു. ഈ വിഭജിക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും പോകാം എന്നുള്ള ചോയ്സ് ആയിരുന്നു അത്.
നിങ്ങൾക്ക് പാകിസ്ഥാനിൽ പോകണമെങ്കിൽ പാകിസ്ഥാനിൽ പോവാം, ഇന്ത്യയിൽ നിൽക്കണമെങ്കിൽ ഇന്ത്യയിൽ നിൽക്കാം. എന്നാൽ ആ ചോയ്സ്, ആ തെരഞ്ഞെടുപ്പ്, ഞങ്ങൾ ഇന്ത്യയിൽ നിൽക്കുന്നു എന്ന് പറഞ്ഞ് തെരഞ്ഞെടുത്തവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. വെറുതെ വന്നവരല്ല. ഞങ്ങൾ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ നിൽക്കുന്നു, ഞങ്ങൾക്ക് ഇന്ത്യക്കാരാവണം എന്ന് പറഞ്ഞുകൊണ്ട് ആ തെരഞ്ഞെടുപ്പ് ഇന്ത്യയിൽ വേണം എന്ന് പറഞ്ഞ് പാകിസ്ഥാനിലേക്ക് പോകാതിരുന്നവരാണ് ഈ പറയുന്നത്. അതുകൊണ്ടാണ് ഗാന്ധി പറഞ്ഞത് എപ്പോ നിങ്ങൾക്ക് തിരിച്ച് ഇന്ത്യയിലേക്ക് വരണമെങ്കിലും അവരെ സ്വീകരിക്കണം എന്ന്. അതാണ് റദ്ദാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ത്യയിൽ നിൽക്കാൻ, ഇന്ത്യക്കാരനാവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഇന്ത്യൻ പാരമ്പര്യം നിലനിർത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ സമ്പൂർണമായ വികാസ പ്രക്രിയയിൽ അടിത്തറ താകിയ ഒരു വിഭാഗത്തിന്റെ ചരിത്രമാണ് ഇപ്പോ അഹമ്മദ് കബീർജി പറഞ്ഞ പോലെ ആ ചരിത്രത്തെയാണ് മുഗൾ രാജവംശത്തിന്റെ നുണ പ്രചരിപ്പിച്ചുകൊണ്ട് അവർ റദ്ദാക്കാൻ ശ്രമിക്കുന്നത്.